ഒരു ഷോക്കിംഗ് ട്രൂത്ത് ഇതാണ്. ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും അവരുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവരുടെ ഉള്ളിലെ മോട്ടിവേഷൻ, പ്രചോദനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഒരു ദിവസം വലിയ ആവേശത്തോടെ തുടങ്ങും. പുതിയ ഗോൾ, പുതിയ ബിസിനസ്, പുതിയ ഡയറ്റ് പ്ലാൻ, പുതിയ സ്റ്റഡി സിസ്റ്റം. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇൻട്രസ്റ്റ് പോകും, എനർജി കുറയും, മൂഡില്ലാതാകും, ആക്ഷൻ പോകും. അവസാനം ഡ്രീംസ് മാത്രം ബാക്കി. പക്ഷേ വിജയിച്ച ആളുകൾക്ക് ഒരു സീക്രട്ട് അറിയാം. അവരവരുടെ സക്സസ് ജേർണിയിൽ തുടർച്ചയായി മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഇതാണ്: മോട്ടിവേറ്റ് യുവർ സെൽഫ് ഇൻ ടു ആക്ഷൻ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് മോട്ടിവേഷൻ കിട്ടിയാൽ ഞാൻ തുടങ്ങും? ഇതാണ് പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം നിങ്ങളുടെ ഉള്ളിൽ മോട്ടിവേഷൻ ഉണ്ടാകണമെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്തു തുടങ്ങണം. ആക്ഷൻ, പ്രോഗ്രസ്, മോട്ടിവേഷൻ. ഇതാണ് വിജയികളുടെ ഫോർമുല. ലോകത്തിലെ ഏറ്റവും അപകടകരമായ ലൈ, കള്ളം എന്താണെന്നറിയുമോ? മൂഡ് വന്നാൽ ചെയ്യും, മൂഡ് വന്നാൽ എക്സർസൈസ് ചെയ്യും, മൂഡ് വന്നാൽ പഠിക്കും, മൂഡ് വന്നാൽ ബിസിനസ് തുടങ്ങും. മൂഡില്ലാതിരുന്നതിനാൽ ഇതൊന്നും ചെയ്തില്ല. അപ്പോൾ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാകില്ല. സ്വപ്നങ്ങളെല്ലാം അതേപടി അതേ സ്ഥാനത്ത് തന്നെ നിൽക്കും. സക്സസ്ഫുൾ പീപ്പിൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്: പോസിറ്റീവ് പീപ്പിൾ പ്രൊഡ്യൂസസ് പോസിറ്റീവ് എനർജി. പ്രശ്നങ്ങൾ എല്ലാവർക്കുമുണ്ട്, പക്ഷേ വിജയികൾ ഫോക്കസ് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റീസിലാണ്. ഒരു പ്രോബ്ലം വന്നാൽ അവർ ചോദിക്കും, ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത്? അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാത്രമേ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുകയുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ഓഫീസിൽ 2 ജോലിക്കാരുണ്ടായിരുന്നു. 2 പേർക്കും സെയിം സാലറി, സെയിം മാനേജർ. ഒന്നാമത്തെയാൾ എപ്പോഴും കംപ്ലൈന്റ് ആണ്, ജോലി കൂടുതലാണ്, ഭാഗ്യമില്ല, കമ്പനി നല്ലതല്ല. എന്നാൽ രണ്ടാമത്തെയാളോ, ഇന്ന് ഞാൻ എന്ത് ഇംപ്രൂവ് ചെയ്യും, നെക്സ്റ്റ് ലെവൽ എങ്ങനെ റീച്ച് ചെയ്യാം. 5 വർഷം കഴിയുമ്പോൾ ഒന്നാമത്തെയാൾ സെയിം പൊസിഷനിൽ തന്നെയായിരിക്കും. എന്നാൽ രണ്ടാമത്തെയാളോ മാനേജർ. എന്താണ് ഡിഫറൻസ്? ആറ്റിറ്റ്യൂഡ്. അതാണ് ഡിഫറൻസ്. നമ്മുടെ ബ്രെയിൻ ഒരു പവർഫുൾ മെഷീനാണ്. നിങ്ങൾ ദിവസവും പറയുന്നത്, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് കഴിയില്ല, ഇത് കഷ്ടപ്പാടാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ബ്രെയിൻ അത് ബിലീവ് ചെയ്യും. പക്ഷെ നിങ്ങൾ പറയുന്നത്, ഞാൻ പഠിക്കും, ഞാൻ ഇംപ്രൂവ് ചെയ്യും, എനിക്കിത് കഴിയും, ഞാൻ ശ്രമിക്കും എന്നാണെങ്കിലോ ബ്രെയിൻ അവിടെ പുതിയ പോസിബിലിറ്റീസ് കണ്ടെത്താൻ ശ്രമിക്കും. അതുകൊണ്ടാണ് സെൽഫ് ടോക്ക് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നെഗറ്റീവ് സെൽഫ് ടോക്ക് പാടില്ല. സെൽഫ് ടോക്ക് പോസിറ്റീവ് മാത്രമാക്കുക. ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ ഉണ്ടാകും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാതെ, നേട്ടങ്ങൾ കൈവരിച്ചാൽ പോലും ആരും അഭിനന്ദിക്കാനില്ലാതെ. ചിലപ്പോൾ നിങ്ങളെ ആരും വിശ്വസിക്കാത്ത അവസരങ്ങൾ പോലും ഉണ്ടായേക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളൊരു ശുഭാപ്തി വിശ്വാസി, ഓപ്റ്റിമിസ്റ്റ് ആയിരിക്കണം. ഏതു കാര്യങ്ങളിലും പോസിറ്റീവ് മാത്രം കാണുന്ന ഒരു ശുഭാപ്തി വിശ്വാസിയായിരുന്നാൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറും. ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്ത ബുദ്ധിമുട്ടുകളോ തിരിച്ചടികളോ ഉണ്ടായാലും അത് നിങ്ങളുടെ മനസ്സിനെയോ ഇമോഷൻസിനെയോ ബാധിക്കാൻ പാടില്ല. എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ളൊരു മനസ്സ് നിങ്ങൾ പാകപ്പെടുത്തി എടുക്കണം. അതിന് നിങ്ങൾ സ്വയം നിങ്ങളെ ഇഷ്ടപ്പെടുക, ബഹുമാനിക്കുക, നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ശുഭാപ്തി വിശ്വാസവും പ്രസന്നതയും കൈവിടാതെ തന്നെ നിങ്ങൾ പെരുമാറുക. പൊതുവിടങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പരാതിപ്പെടരുത്. അവയെ സ്വന്തം ഉള്ളിൽ തന്നെ നിർത്തുക എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം 80% ആളുകൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ മൈൻഡ് ചെയ്യാനുള്ള സമയമുണ്ടാകില്ല. ഇനി 20% ആളുകൾ അത് മൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചതൊരു നഷ്ടമേ അല്ല. ചിലപ്പോൾ ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തകർന്നു പോകുന്നു എന്നല്ല, തകർച്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ ലോകത്തെ പഠിപ്പിക്കേണ്ടത്. ഡോണ്ട് വെയിറ്റ് ഫോർ മോട്ടിവേഷൻ, ക്രിയേറ്റ് ഇറ്റ്. ഡോണ്ട് ഫോക്കസ് ഓൺ പ്രോബ്ലംസ്, focus on possibilities. Don't complain, improve. Remember, winners are not always more talented. They are often more positive. Learn optimism എന്ന പുസ്തകത്തിൽ മാർട്ടിൻ സെലിഗ്മാൻ പറയുന്നത്, നമ്മുടെ കരിയറിലെയും ജീവിതത്തിലെയും വിജയത്തിനും സന്തോഷത്തിനും വേണ്ടി നാം വികസിപ്പിച്ചെടുക്കേണ്ട സ്വഭാവ സവിശേഷതയാണ്
ഓപ്റ്റിമിസം, അതായത് ശുഭാപ്തി വിശ്വാസം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത് വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. ശുഭാപ്തി വിശ്വാസികളുടെ 4 സവിശേഷതകൾ ഇവിടെ പറയാം. ഒന്നാമത്തേത്, ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും തന്റെ ലക്ഷ്യം എന്താണോ അതാണ് ശുഭാപ്തി വിശ്വാസികൾ ഫോക്കസ് ചെയ്യുന്നത്. അവർ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്, എത്ര വലിയ തിരിച്ചടിയിലും ബുദ്ധിമുട്ടിലും എന്താണ് പഠിക്കാനുണ്ടായിരുന്നത് എന്നവർ തപ്പിയെടുക്കും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളല്ല, പാഠങ്ങളാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഓരോ തിരിച്ചടിയിലും ഓരോ ബുദ്ധിമുട്ടിലും വിലയേറിയ ഒരു പാഠമുണ്ട്, അതിൽ നിന്ന് പഠിച്ചു വളരണം എന്ന വിശ്വാസത്താൽ അവർ ആ പാഠം കൂടി കണ്ടുപിടിക്കാൻ ശ്രമിക്കും. മൂന്നാമത്, എല്ലാ പ്രശ്നങ്ങൾക്കും ശുഭാപ്തി വിശ്വാസികൾ പരിഹാരം തേടും. വിചാരിച്ച കാര്യങ്ങൾ തെറ്റിപ്പോകുമ്പോൾ, പ്രതികൂലമായി വരുമ്പോൾ അവർ പരാതിപ്പെടുകയോ മറ്റുള്ളവരെ പഴിക്കുകയോ അല്ല ചെയ്യുന്നത്. അവർ പ്രവർത്തന നിരതരാകും. എന്താണ് പരിഹാരം, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർ സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് കണ്ടുപിടിക്കും, സോൾവ് ചെയ്യും. നാലാമതായി, ഓപ്റ്റിമിസ്റ്റുകൾ എപ്പോഴും തുടർച്ചയായി തങ്ങളുടെ ലക്ഷ്യങ്ങളെപ്പറ്റി ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യും. എന്താണ് വേണ്ടതെന്നും അതെങ്ങനെ നേടാമെന്നും അവർ ആലോചിക്കും. അവർ ഒരിക്കലും പാസ്റ്റിനെ പറ്റിയല്ല, എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റിയാണ് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. അവർ മുന്നോട്ടാണ് നോക്കുന്നത്, പിന്നോട്ടല്ല. ഈ ഒരു രീതി നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവന്നാൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് സ്വയം ഈ ക്വസ്റ്റ്യൻ ചോദിക്കൂ: എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നല്ലതായി നടക്കുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ കണ്ടുപിടിക്കുന്നത് വഴി പോസിറ്റീവ് തിങ്കിംഗ് എനർജി ക്രിയേറ്റ് ചെയ്യും. എനർജി ആക്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആക്ഷൻ നിങ്ങളിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യും. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഫോക്കസ്ഡ്, കീപ് മൂവിംഗ് ഫോർവേഡ്. താങ്ക് യു.